ഉത്തരാടം നാളുകാർ മനുഷ്യഗണ നക്ഷത്രക്കാരും വളരെ അടിയുറച്ച ചിന്താഗതിയോട് കൂടിയവരുമാണ്. ഏത് കാര്യവും ശരിയായി വിലയിരുത്തി നന്നായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നതാണ് ഇവരുടെ രീതി. എന്നാൽ ഇവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമെല്ലാം പൊതുവെ മന്ദഗതിയിലായിരിക്കും. കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കുവാൻ വളരെ സാവകാശമെടുത്ത് മുന്നേറുന്നവരായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ. ഒരു സാഹചര്യങ്ങളോടും പെട്ടെന്ന് പ്രതികരിക്കുക ഇവരുടെ സ്വഭാവമല്ല. വളരെ ശാന്തമായി ആലോചിച്ച് തീരുമാനമെടുത്ത് മാത്രമേ എന്ത് കാര്യത്തിലും ഈ കൂട്ടർ ഇടപെടുകയുള്ളൂ എന്ന് വ്യക്തം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം ഗുണദോഷ സമ്മിശ്രമാണ്. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും വന്നു ഭവിക്കാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നും അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരാം. ദീർഘനാളത്തെ പരിശ്രമം പലതും പാഴായി പോകുന്ന സാഹചര്യം നിങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. വൈകാരികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളും മനക്ലേശം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം അനുഭവപ്പെട്ടെന്ന് വരാം. മാനസികമായ സംഘർഷങ്ങൾ നിങ്ങളെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയതിന് മരുന്നുകൾ കഴിക്കുന്നവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതെല്ലാം തന്നെ വർദ്ധിച്ചിട്ട് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം. വീടുപണി നടത്തുന്നവർ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ധനനഷ്ടങ്ങളും പാഴ്ചെലവും അടിക്കടി വർദ്ധിച്ചു വരുന്നതായി കാണാം. പിന്നീട് കടബാധ്യതകളിൽ അകപ്പെടുന്നതിനും വളരെയധികം പ്രയാസങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും ഇത് കാരണമായേക്കാം. അതിനാൽ ഗൃഹനിർമ്മാണം നടത്തുന്നവർ അതീവ ജാഗ്രത തന്നെ പാലിക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ വളരെ സൂക്ഷ്മത പാലിക്കുക. ഇല്ലെങ്കിൽ വലിയ ധനനഷ്ടം തന്നെ നേരിടേണ്ടതായി വരാം. അന്യദേശങ്ങളിൽ IT ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യം കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. അതോടൊപ്പം മാനസികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളും വളരെയധികം വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് തികച്ചും സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു ചേരാനിടയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യോഗ, മെഡിറ്റേഷൻ, ഏകാഗ്രമായ ജപങ്ങൾ, പ്രാർത്ഥന തുടങ്ങിയവയിലൂടെ നിങ്ങൾക്ക് സ്വസ്ഥതയെ കൈവരിക്കുന്നതിനും സാമാന്യം ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരിയായ രാശിസ്ഥിതി എന്താണെന്ന് സമ്പൂർണമായി പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുക. തൽക്കാല ശാന്തിക്കായി ഒരു ഗണപതി ഹോമം, ഭഗവതി സേവ, മഹാമൃത്യുഞ്ജയം ഇവ ഗൃഹത്തിനുള്ളിൽ നടത്തുക.